എല്ലാവർക്കും നമസ്കാരം. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഈ വർഷം മാർച്ച് 3-നാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല എങ്ങനെ സമർപ്പിക്കണം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ. ആറ്റുകാൽ പോയി പൊങ്കാലിടുന്നവർ നിർബന്ധമായി ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ. എന്നാലേ പൊങ്കാല ഇടുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. പൊങ്കാലിടുന്നവർ ആദ്യം 3 ദിവസമോ 7 ദിവസമോ വ്രതം എടുക്കണം. അങ്ങനെ വേണം പോയി പൊങ്കാലയിടാൻ. വ്രത ദിവസം സസ്യാഹാരം മാത്രം കഴിക്കുക. 2 നേരവും കുളിക്കുക. 2 നേരവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അമ്മയെ. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി 2 നേരവും തൊഴുക. ആ തൊഴുന്ന സമയം അമ്മയെ മനസ്സിൽ ധ്യാനിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം വേഗം നമുക്ക് ലഭിക്കും. പിന്നീട് പറയാൻ കാര്യം, വ്രതമെടുക്കുന്നവർ നിർബന്ധമായും മത്സ്യാഹാരങ്ങളോ മാംസാഹാരമോ കഴിക്കരുത്. ശാരീരിക ബന്ധമോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കരുത്. പൊങ്കാല ഇടുമ്പോഴും പൊങ്കാലയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോഴും അമ്മയെ മാത്രം മനസ്സിൽ ധ്യാനിക്കണം. കാരണം നമ്മുടെ മനസ്സിൻ്റെ പ്രതിരൂപമാണ് പൊങ്കാല. അങ്ങനെയാണ് നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ പാടുള്ളൂ. വ്രത ദിവസം 2 നേരവും അമ്മയെ സ്തുതിക്കുക, നാമജപങ്ങൾ ജപിക്കുക, അമ്മയുടെ സ്തോത്രങ്ങൾ ജപിക്കുക. കിഴക്ക് ദിക്കിലേക്ക് നോക്കി വേണം പൊങ്കാലയിടാൻ. അതാണ് ഏറ്റവും ഉത്തമം. പടിഞ്ഞാറ് നോക്കി പൊങ്കാലയിടുന്നത് കൊണ്ട് പ്രശ്നമില്ല. തെക്ക് നോക്കി ഇടരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കഴിയുന്നതും കിഴക്കോട്ട് നോക്കി ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. പുതുവസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം. ഇല്ലെങ്കിൽ കഴുകി വൃത്തിയായുള്ള ഒരു വസ്ത്രം ഉപയോഗിക്കാം. പുതിയ മൺകലം ആണ് വേണ്ടത് അത്യാവശ്യം. കാരണം മണ്ണ് പ്രകൃതിയിലെ അടിസ്ഥാന ഘടകമാണ്. ചുവന്ന കളർ ആ മംഗലത്തുണ്ടാവുള്ളൂ. അത് സൂര്യ തേജസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനെ സാക്ഷി നിർത്തിയാണ് പൊങ്കാലയിടുന്നതെന്ന് ഓർക്കണം. പൊങ്കാലയിടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലമായി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെ ദ്രവ്യങ്ങളാണ് പൊങ്കാലയിടാൻ വേണ്ടതെന്ന് നോക്കാം. ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നീ ദ്രവ്യങ്ങളാണ് പൊങ്കാല പായസത്തിന് വേണ്ടത്. കൂടാതെ ഒരു ഇലയിൽ അവല്, മലര്, പഴം, ശർക്കര, തേങ്ങ, കൽക്കണ്ടം, ഉണക്കമുന്തിരി ഇവ ഉരുക്കി വയ്ക്കണം. വിളക്കുണ്ടെങ്കിൽ അതിന് മുന്നിൽ വയ്ക്കുക, വളരെ ഉത്തമം. അടുപ്പിൽ തീർത്ഥം തെളിച്ച് ശുദ്ധമാക്കണം. സാധിക്കുമെങ്കിൽ നിറനാഴിയും പറയും വയ്ക്കുക. അവിടെ ദേവി സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. പൊങ്കാലയ്ക്ക് ശുദ്ധിയുള്ള വിറകോ ചൂട്ടോ ഉപയോഗിക്കാം. പൊതുമ്പ് ഉപയോഗിക്കാം. അതൊക്കെ വൃത്തിയായി ഉണക്കി കെട്ടി ഉപയോഗിക്കണം. പൊങ്കാലയിടുമ്പോൾ അത് തിളച്ചു തൂകണം. അതാണ് ശാസ്ത്രം. അത് കിഴക്കോട്ട് തന്നെയാകുന്നതാണ് ശുഭസൂചനയാണ്. തിളച്ച് മറിയുന്നത് വരാനിരിക്കുന്ന സമൃദ്ധിയുടെ സൂചനയാണ്. കിഴക്ക് ദർശനമായി പൊങ്കാലിടുന്നവർക്ക് കിഴക്കോട്ട് തൂകുന്നത് സാഫല്യവും, പടിഞ്ഞാറോട്ട് ദർശനമായി പൊങ്കാലയിടുന്നവർക്ക് നല്ലതാണ്. വടക്കോട്ട് തിളച്ചു തൂകുന്നത് ഇഷ്ടകാര്യം നടക്കാൻ അല്പം താമസം ഉണ്ടാകും. തെക്കോട്ട് തിളച്ചു തൂകുന്നത് നല്ലതല്ല. അങ്ങനെ സംഭവിച്ചാൽ ദേവിയെ കൂടുതൽ പ്രാർത്ഥിക്കുക. നിവേദ്യം കഴിഞ്ഞാലുടൻ നിലവിളക്ക് അണയ്ക്കണം. അത് പൂ കൊണ്ട് വേണം അണയ്ക്കാൻ. പിന്നെ അവര്, മലര് ഇവയൊക്കെ പ്രസാദമായി മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇവയൊക്കെ പ്രസാദമായി മറ്റുള്ളവർക്ക് കൊടുത്ത ശേഷം അവിടെ വെള്ളം കൊണ്ട് തളിച്ച് നല്ല മനസ്സോടെ നമ്മുടെ ഗൃഹത്തിലേക്ക് പോകുക. അന്ന് നിവേദ്യം മാത്രം കഴിച്ച് വ്രതം തുടരുക. പിറ്റേ ദിവസം രാവിലെ ശരീരശുദ്ധി വരുത്തി അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുത് വ്രതം അവസാനിപ്പിക്കാം.
പിന്നെ പൊങ്കാലയോടൊപ്പം നമ്മൾ വെള്ള നൈവേദ്യം നേദിച്ചാൽ ആഗ്രസാഫല്യവും പാൽപ്പായസവും ശർക്കര പായസം എന്നിവ നേദിച്ചാൽ ഐശ്വര്യവും സുഖസമൃദ്ധിയും ഉണ്ടാകും. പിന്നെ പറയാനുള്ളത്, പൊങ്കാലയിട്ട മൺകലം വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കരുത്. അതിൽ നമുക്ക് തുളസി നടാം, പിച്ച് നടാം, മുല്ല നടാം, അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി അരിയിട്ട് സൂക്ഷിക്കുക. ദിവസവും നമ്മൾ ചോറുണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്നും ഒരു അല്പം അരി എടുത്ത് ഇതിലിടണം. അന്നത്തിന് ഒരിക്കലും മുട്ടുണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. അന്നേ ദിവസം ആറ്റുകാൽ പോയി പൊങ്കാലയിടാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഈ പറഞ്ഞ രീതിയിൽ അമ്മയെ സങ്കല്പിച്ച് പൊങ്കാല സമർപ്പിക്കാം. അന്നേ ദിവസം പൊങ്കാലയിടാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസം വീട്ടിൽ തന്നെ ആറ്റുകാൽ ഭഗവതിയെ സങ്കല്പിച്ച് ചെയ്യാം. അപ്പോൾ ഒരു തുക മനസ്സിൽ സങ്കല്പിച്ച് അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നാണോ ആറ്റുകാൽ പോകുന്നത് ആ തുക അമ്മയ്ക്ക് പ്രായശ്ചിത്തമായി സമർപ്പിക്കാം. പുലവാലായ്മ ഉള്ളവർ പൊങ്കാലയിടാൻ പോകരുത്. പിന്നെ പ്രസവശേഷം സ്ത്രീകളാണെങ്കിൽ കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞ ശേഷം മാത്രമേ പൊങ്കാലയിടാൻ പോകാവൂ. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പൊങ്കാലയിടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം. പൊങ്കാലയിട്ട് കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം നമുക്ക് വേഗം ലഭിക്കും. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു വരും. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ആനന്ദം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.